നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് NPCI റുപ്പേയിൽ 3 വേരിയന്റ് കാർഡുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. റുപ്പേ ക്ലാസിക്, റുപ്പേ പ്ലാറ്റിനം, റുപ്പേ സെലക്ട്. ഡെബിറ്റ് കാർഡ് ആണെങ്കിലും ക്രെഡിറ്റ് കാർഡുകളാണെങ്കിലും സെയിം ആണ്. ഈ ഒരു റുപ്പേയിൽ ഇഷ്യൂ ചെയ്യുന്ന ഡെബിറ്റ് കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസിക് വേരിയന്റ് ബേസ് വേരിയന്റ് ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഇൻഷുറൻസ് ബെനിഫിറ്റ് മാത്രമാണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. അതേസമയം റുപ്പേ പ്ലാറ്റിനം വേരിയന്റ് അതുപോലെ തന്നെ റുപ്പേ സെലക്ട് വേരിയന്റ് ഡെബിറ്റ് കാർഡുകളാണെങ്കിൽ പല ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന ഡെബിറ്റ് കാർഡിൽ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് റിപ്പോർട്ട് ലോഞ്ച് ആക്സസ് അതുപോലെ തന്നെ റെയിൽവേ ലോഞ്ച് ആക്സസ് ഒക്കെ നമുക്ക് കിട്ടിയിരുന്നു. എന്നാൽ NPCIയുടെ പുതിയ റിവൈസ്ഡ് ഗൈഡ് ലൈൻ അനുസരിച്ച് ഏപ്രിൽ 1, 2026 മുതൽ റുപ്പേ പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ അതിനകത്ത് നമുക്ക് കിട്ടിയിരുന്ന കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസും അതുപോലെ തന്നെ കോംപ്ലിമെന്ററി റെയിൽവേ ലോഞ്ച് ആക്സസും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ സെലക്ട് വേരിയന്റ് ആണെങ്കിൽ ഒരു നമ്മളുടെ സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ അനുസരിച്ചുള്ള ഒരു മോഡലിലേക്ക് മാറുകയാണ്. സോ ഏപ്രിൽ 1, 2026 മുതൽ റുപ്പേ വേരിയന്റ് ഡെബിറ്റ് കാർഡുകളുടെ കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസിന്റെ കാര്യത്തിലും റെയിൽവേ ലോഞ്ച് ആക്സസിന്റെ കാര്യത്തിലും വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതേപോലെ തന്നെ നിങ്ങൾക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് കോംപ്ലിമെന്ററി ആയിട്ട് വേണം, അതും ഇന്ത്യക്കുള്ളിലെ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ വേണം. അതേപോലെ തന്നെ വിദേശത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ലോഞ്ചുകളും കോംപ്ലിമെന്ററി ആയിട്ട് ആക്സസ് ചെയ്യണം. അതും ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു കാർഡ് വേണമെങ്കിൽ അതിനുള്ള പറ്റിയൊരു കാർഡ് അവൈലബിൾ ആണ്. ആ ഒരു കാർഡ് ഏതാണെന്ന് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. ആദ്യം റുപ്പേ വേരിയന്റ് ഡെബിറ്റ് കാർഡുകളിൽ കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടിയിരുന്ന എയർപോർട്ട് ലോഞ്ച് ആക്സസ് അതുപോലെ തന്നെ റെയിൽവേ ലോഞ്ച് ആക്സസിന്റെ ഗൈഡ് ലൈൻസിൽ ഏപ്രിൽ 1 മുതൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. NPCIയുടെ പുതിയ ഗൈഡ് ലൈൻ അനുസരിച്ച് ഏപ്രിൽ 1 മുതൽ റുപ്പേ പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡിൽ കിട്ടിക്കൊണ്ടിരുന്ന എയർപോർട്ട് ലോഞ്ച് ആക്സസ് അതുപോലെ തന്നെ കോംപ്ലിമെന്ററി റെയിൽവേ ലോഞ്ച് ആക്സസ് എന്നിവ നമുക്ക് കിട്ടുകയില്ല. ഏപ്രിൽ 1 മുതൽ നമുക്ക് കിട്ടുകയില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടുകയാണ്. മാർച്ച് 31 വരെ സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലോഞ്ച് ആക്സസ് ലഭിക്കും. അത് ബാങ്കുകൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നമുക്ക് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് പിന്നെ കാനറ ബാങ്ക് അങ്ങനെ പല ബാങ്കുകളുടെയും റുപ്പേ പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡിൽ കോംപ്ലിമെന്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഒക്കെ കിട്ടിയിരുന്നു. നിലവിൽ ഈ ബാങ്കുകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റ് കസ്റ്റമേഴ്സിന് ഇമെയിൽ അലർട്ടായിട്ടും അതുപോലെ തന്നെ SMS അലർട്ടായിട്ടും നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്കുകളുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ NPCI പറയുന്നത് ബാങ്കുകൾക്ക് വേണമെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് NPCIയുമായിട്ട് ഒരു എഗ്രിമെന്റിലെത്തി അവർക്ക് ലോഞ്ച് ആക്സസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അതൊരു പ്രൈവറ്റ് എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് പ്രൊവൈഡ് ചെയ്യുക. അല്ലാതെ കോമൺ ആയിട്ട് ഈ റുപ്പേ നൽകിയിരുന്ന ലോഞ്ച് ആക്സസ് ബെനിഫിറ്റ് ഒക്കെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ ബാങ്കുകൾക്ക് തുടർന്നും അവർ ഇഷ്യൂ ചെയ്യുന്ന റുപ്പേ പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡിൽ കോംപ്ലിമെന്ററി ആയിട്ട് ലോഞ്ച് ആക്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് NPCIയുമായിട്ടൊരു എഗ്രിമെന്റിലെത്തി ഒരു കസ്റ്റമേഴ്സിൽ ഫീച്ചർ എന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ബാങ്കിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് പ്രൊഡക്റ്റ് പേജിൽ ചേഞ്ച് ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഡെബിറ്റ് കാർഡിന്റെ പ്രൊഡക്റ്റ് പേജിൽ ചേഞ്ച് ഉണ്ടോ എന്ന് പരിശോധിക്കുക. പഞ്ചാബ് നാഷണൽ ബാങ്ക് അതുപോലെ തന്നെ HDFC ബാങ്ക് പിന്നെ കാനറ ബാങ്ക് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നിങ്ങനെയുള്ള ബാങ്കുകൾ ഓൾറെഡി കസ്റ്റമേഴ്സിന് അലർട്ട് കൊടുത്തിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ലഭ്യമാണ്. അവർ ഇഷ്യൂ ചെയ്തിരുന്ന റുപ്പേ പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡിൽ ഏപ്രിൽ 1 മുതൽ കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന എയർപോർട്ട് ലോഞ്ച് ആക്സസും അതുപോലെ തന്നെ റെയിൽവേ ലോഞ്ച് ആക്സസും കിട്ടുകയില്ല എന്ന്. ഇനി സെലക്ട് വേരിയന്റ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയയിലേക്ക് മാറുകയാണ്. പ്രീവിയസ് ക്വാർട്ടറിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്യണം അങ്ങനെയുള്ള സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ കൊണ്ടുവരും. എന്നിട്ട് ആ ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള സെലക്ട് വേരിയന്റ് ഡെബിറ്റ് കാർഡിൽ കോംപ്ലിമെന്ററി ആക്സസ് നമുക്ക് കിട്ടും. ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിൽ ഓൾറെഡി നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കാര്യത്തിൽ സെലക്ട് വേരിയന്റ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വാർട്ടറിൽ മിനിമം 5000 രൂപ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇ-കൊമേഴ്സ് ഇല്ലെങ്കിൽ POS ട്രാൻസാക്ഷൻ നമ്മൾ സ്പെൻഡ് ചെയ്യണം. ATM ട്രാൻസാക്ഷൻ കൗണ്ട് ചെയ്യുകയില്ല. POS അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷനായിട്ട് മിനിമം 5000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വാർട്ടറിൽ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള എത്ര നമ്പർ ഓഫ് ലോഞ്ച് ആക്സസ് ആണ് അവർ പറയുന്നത് ആ ഒരു ലോഞ്ച് ആക്സസ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ലഭിക്കും. ഉദാഹരണമായിട്ട് ജനുവരി 1 മുതൽ മാർച്ച് 31 വരെയുള്ള ക്വാർട്ടറിൽ നിങ്ങൾ 5000 രൂപ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് സെലക്ട് വേരിയന്റ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് POS അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷനായിട്ട് സ്പെൻഡ് ചെയ്തു എന്ന് കരുതുക. അങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വാർട്ടർ അതായത് ഏപ്രിൽ 15 മുതൽ ജൂലൈ 14 വരെയുള്ള ആ ഒരു ക്വാർട്ടറിൽ നിങ്ങൾക്ക് കോംപ്ലിമെന്ററി ആയിട്ട് പറഞ്ഞിരിക്കുന്ന എയർപോർട്ട് ലോഞ്ച് ആക്സസ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെയുള്ള ഒരു ക്വാർട്ടറിൽ നിങ്ങൾ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് മിനിമം 5000 രൂപ സ്പെൻഡ് ചെയ്തു എന്ന് കരുതുക ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ POS ട്രാൻസാക്ഷൻ ആയിട്ട്. അങ്ങനെ വരുമ്പോൾ നെക്സ്റ്റ് ക്വാർട്ടർ അതായത് ജൂലൈ 15 മുതൽ ഒക്ടോബർ 14 വരെയുള്ള ഒരു ക്വാർട്ടറിൽ നിങ്ങൾക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ കാനറ ബാങ്കിന്റെ കാര്യത്തിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. റുപ്പേ സെലക്ട് വേരിയന്റ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്വാർട്ടറിൽ ഒരു തവണ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചും ഇന്റർനാഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് 2 തവണ ലോഞ്ച് ആക്സസും ഇയർലി വരുന്നുണ്ട്. അതിന്റെ കണ്ടീഷനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്വാർട്ടറിൽ 5000 രൂപ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ POS ട്രാൻസാക്ഷനിൽ സ്പെൻഡ് ചെയ്തിരിക്കണം. ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണെങ്കിൽ അതിനകത്ത് സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ ബാധകമല്ല. മിനിമം സ്പെൻഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ഉപയോഗിക്കുന്ന റുപ്പേ പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡിന്റെ ഈ ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇല്ല
ഡെയിലി ഒന്ന് ബാങ്കുമായിട്ട് ചെക്ക് ചെയ്യുക. പലരും ഈ ഒരു ഫീച്ചറിന് മാത്രമായിട്ട് റുപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ഒക്കെ എടുത്തിട്ട് ആനുവൽ ഫീസായിട്ട് 500 രൂപയും 600 രൂപയൊക്കെ കൊടുത്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഫീച്ചർ പോയതോടുകൂടി ഇനിയിപ്പോൾ വെറുതെ 600 രൂപയ്ക്ക് ആനുവൽ ചാർജ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കുറഞ്ഞ ഏതെങ്കിലും വേരിയന്റിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉപയോഗിക്കാനായിട്ടൊരു പറ്റിയൊരു കാർഡാണ് നോക്കുന്നതെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു കാർഡ് വേരിയന്റാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ടൈഗർ കാർഡ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു കാർഡാണ്. പക്ഷേ ലൈഫ് ടൈം ഫ്രീ ആണെങ്കിൽ കൂടി നമുക്ക് ക്വാർട്ടർലി 30 രൂപ സ്പെൻഡ് ചെയ്യണം. അങ്ങനെയുള്ള സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസും അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യ ഇന്റർനാഷണൽ ലോഞ്ച് ആക്സസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ലൈഫ് ടൈം ഫ്രീ കാർഡിൽ ഈ 2 ഫീച്ചറും കിട്ടുക എന്നത് ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇതൊരു ക്രെഡിറ്റ് കാർഡാണ്. ഇതിന്റെ റിവാർഡ് ബെനിഫിറ്റ് ഒന്നും അട്രാക്റ്റീവ് അല്ല. ലോഞ്ച് ആക്സസിന് വേണ്ടി എടുത്തു വെക്കാൻ പറ്റിയ ഒരു കാർഡാണ് ഇപ്പോൾ നിലവിൽ. ഇനി മാറ്റം വന്നേക്കാം. ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ ക്വാർട്ടർലി 2 തവണ എന്ന രീതിയിൽ വർഷത്തിൽ നമുക്ക് 8 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. ഇനിയിപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യ ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണെങ്കിൽ നമുക്ക് പ്രയോറിറ്റി പാസ് കിട്ടും. അത് വെച്ച് നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചുകൾ ഇയർലി 2 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ ഫോറക്സ് ചാർജ് 1.5% വരുന്നത്. പിന്നെ മൂവി ബെനിഫിറ്റ് വരുന്നുണ്ട്. നമുക്ക് ഓരോ 6 മാസം കൂടുമ്പോഴും ഒരു കോംപ്ലിമെന്ററി മൂവി ടിക്കറ്റ് ബുക്ക് മൈ ഷോയിൽ കിട്ടും. ഇനി കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്ന എയർപോർട്ട് ലോഞ്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലെ 4 എയർപോർട്ടിലും അവൈലബിൾ ആണ്. കൊച്ചിയൊക്കെയാണെങ്കിൽ നമുക്ക് ഡൊമസ്റ്റിക് ടെർമിനലിലും അവൈലബിൾ ആണ്, ഇന്റർനാഷണൽ ടെർമിനലിലും അവൈലബിൾ ആണ്, പിന്നെ കാലിക്കറ്റ് അവൈലബിൾ ആണ്, നമുക്ക് കണ്ണൂർ അവൈലബിൾ ആണ്, ട്രിവാൻഡ്രം അവൈലബിൾ ആണ്. കുറേ അധികം ലോഞ്ചുകൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലതൊക്കെ ഡൊമസ്റ്റിക് മാത്രമേ ഉള്ളൂ, ചില എയർപോർട്ടിലൊക്കെ ഇന്റർനാഷണൽ ലോഞ്ചുകളും വരുന്നുണ്ട്. പിന്നെ പ്രയോറിറ്റി പാസ് വെച്ച് നിങ്ങൾ വിദേശത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ പ്രയോറിറ്റി പാസിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ലോഞ്ചുകളൊക്കെ നമുക്ക് ഇയർലി 2 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. അത് ലൈഫ് ടൈം ഫ്രീ കാർഡിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകാം. ഇനി ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ലോഞ്ചുകളുടെ ലിസ്റ്റ് ഒന്ന് വിശദമായിട്ട് നോക്കാം. സോ ഇതാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ബജാജ് ടൈഗർ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്ന ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് തന്നെ അവൈലബിൾ ആയിട്ടുള്ള എയർപോർട്ട് ലോഞ്ചുകൾ. കുറേയധികം എയർപോർട്ട്സ് അവൈലബിൾ ആണ്. നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ കേരളം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചി നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചിയിൽ നമുക്ക് ടെർമിനൽ 3 ഇന്റർനാഷണലിൽ ടെർമിനൽ 3ൽ എർത്ത് ലോഞ്ച് അവൈലബിൾ ആണ്. പിന്നെ കൊച്ചിയിൽ തന്നെ ഡൊമസ്റ്റിക് ടെർമിനലിൽ 1ൽ എർത്ത് ലോഞ്ചും അവൈലബിൾ ആണ്. അപ്പോൾ അത് രണ്ടെണ്ണമാണ് നമുക്കിവിടെ കൊച്ചിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ണൂർ നോക്കാം. കണ്ണൂർ നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂരിലാണെങ്കിൽ ഇന്റർനാഷണൽ ടെർമിനൽ 1ൽ പേൾ ലോഞ്ച് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ടെർമിനലിൽ 1ൽ പേൾ ലോഞ്ചും കണ്ണൂർ എയർപോർട്ടിൽ അവൈലബിൾ ആണ്. ട്രിവാൻഡ്രം നോക്കാം. ട്രിവാൻഡ്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനാഷണൽ ടെർമിനലിൽ ടെർമിനൽ 2ൽ ദ ലോഞ്ചാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കോഴിക്കോട് നോക്കിക്കഴിഞ്ഞാൽ കാലിക്കറ്റ് ഇന്റർനാഷണൽ ടെർമിനൽ 2ൽ ബേർഡ് ലോഞ്ചിലാണ് നമുക്ക് കോംപ്ലിമെന്ററി ലോഞ്ച് ആക്സസ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കേരളത്തിൽ 4 എയർപോർട്ടിലും നമുക്ക് അവൈലബിൾ ആണ്. കൊച്ചിയിൽ നമുക്ക് ഇന്റർനാഷണൽ ടെർമിനലിലും ഉണ്ട്, ഡൊമസ്റ്റിക് ടെർമിനലിലും ഉണ്ട്. പിന്നെ നമുക്ക് ബാംഗ്ലൂർ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഗോവയുണ്ട്, ചെന്നൈ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, പിന്നെ നമുക്ക് കൊൽക്കത്തയുണ്ട്, ന്യൂഡൽഹി ഉണ്ട്, മുംബൈ ഉണ്ട്, ശ്രീനഗർ, വഡോദര, ഹൈദരാബാദ്, അങ്ങനെ കുറേ അധികം ലോഞ്ചുകൾ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ വിസ കാർഡ് ആണെങ്കിൽ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ 2 രൂപ കാർഡ് വാലിഡേഷന് വേണ്ടി പോകും. മാസ്റ്റർ കാർഡ് ആണെങ്കിൽ 25 രൂപ ഡെബിറ്റ് ആകും. ഇതൊക്കെയാണ് നമുക്ക് ലോഞ്ചിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് ഓരോ ലോഞ്ചിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. കോമൺ ആയിട്ട് നമുക്ക് ടീ, കോഫി, അതുപോലെ തന്നെ സ്നാക്സ്, നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, പിന്നെ നമുക്ക് ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ, വാഷ്റൂം, ന്യൂസ് പേപ്പർ, മാഗസിൻ, അങ്ങനെയുള്ള ഈ കാണുന്ന സർവീസസ് ഒക്കെയാണ് നോർമലി നമുക്ക് എല്ലാ ലോഞ്ചിലും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഫുഡിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ ഓരോ ടൈം അനുസരിച്ചും അതുപോലെ തന്നെ ലോഞ്ചിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. ഇനിയിപ്പോൾ ഇന്ത്യക്ക് വെളിയിലെ എയർപോർട്ട് ലോഞ്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രയോറിറ്റി പാസ്സാണ് കിട്ടുന്നത്. നമ്മൾ ഈ ഒരു കാർഡ് എടുത്ത ശേഷം നമുക്ക് പ്രയോറിറ്റി പാസും കിട്ടും. പ്രയോറിറ്റി പാസ് ഉപയോഗിച്ച് ഇയർലി 2 തവണ ഔട്ട്സൈഡ് ഇന്ത്യ ലോഞ്ചുകൾ ആക്സസ് ചെയ്യാം. ഈ ഒരു പ്രയോറിറ്റി പാസ് ഒരു പ്രോഗ്രാമാണ്. 1800-ലധികം ലോഞ്ചുകൾ ഈ ഒരു പ്രയോറിറ്റി പാസിന് അണ്ടറിൽ അവൈലബിൾ ആണ്. ഈ ഒരു പ്രയോറിറ്റി പാസ് വഴി ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ലോഞ്ചുകൾ ലിസ്റ്റ് അറിയാനായിട്ട് പ്രയോറിറ്റി പാസിൻ്റെ വെബ്സൈറ്റിൽ വരിക, ഫൈൻഡ് ലോഞ്ച് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആയിട്ട് ഏത് രാജ്യത്താണോ നിങ്ങൾ പോകുന്നത് അത് എൻ്റർ ചെയ്യുക. ഇപ്പോൾ തായ്ലൻഡ് ആണെങ്കിൽ തായ്ലൻഡിൽ മെയിൻ എയർപോർട്ട് DMK എയർപോർട്ടാണ്. അപ്പം DMK എയർപോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടെർമിനൽ 1ലെ മിറാക്കിൾ ലോഞ്ച്, ടെർമിനൽ 1ലെ കോറൽ എക്സിക്യൂട്ടീവ് ലോഞ്ച്, പിന്നെ ടെർമിനൽ 2ലെ മിറാക്കിൾ ലോഞ്ച്, കോറൽ ഫോറസ്റ്റ് ലോഞ്ച്, പിന്നെ ടെർമിനൽ 2ലെ നോക്ക് എയർ ലോഞ്ച്, പിന്നെ കോറൽ എക്സിക്യൂട്ടീവ് ലോഞ്ചൊക്കെ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ നമുക്ക് ഈ ഒരു പ്രയോറിറ്റി പാസിൻ്റെ വെബ്സൈറ്റ് വഴി ഇന്ത്യക്ക് വെളിയിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ലോഞ്ചുകളുടെ ലിസ്റ്റ് അറിയാം. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ.